6 ജില്ലകളാണ് LDFനെ സമ്പൂർണ്ണമായി കൈവിട്ടത്. വയനാടും മലപ്പുറവും LDFനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും UDFന്റെ സമ്പൂർണ്ണ ആധിപത്യം. മലപ്പുറം ജില്ലയിൽ UDFന്റെ സമഗ്രാധിപത്യം. തവനൂരും പൊന്നാനിയും ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDFന് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം നൽകി. താനൂരിൽ നിന്ന് മണ്ഡലം മാറിയെത്തിയ V അബ്ദുറഹ്മാനെ തിരൂറുകാർ നിലം തൊടിയിച്ചില്ല. തവനൂരിൽ KT ജലീലിനും ദയനീയ പരാജയം. വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളും UDFനൊപ്പം നിന്നു. മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ കോൺഗ്രസിന്റെ ഉഷ വിജയൻ മലർത്തിയടിച്ചു. കൽപ്പറ്റയിൽ T സിദ്ദിഖ് ജയിച്ചത് 45,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടി. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന കൊച്ചി, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു. ഒരു റൗണ്ടിൽ പിന്നിലായെങ്കിലും VD സതീശന് പറവൂർ നൽകിയ ഭൂരിപക്ഷം 20,000-ന് മുകളിൽ. തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 50,000-ന് മുകളിൽ. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവന് ഒരു തവണ പോലും ലീഡ് ഉയർത്താൻ സാധിച്ചില്ല. വൈക്കത്ത് P പ്രദീപ് മാത്രമാണ് UDFനോട് പൊരുതി നിന്നത്. അവസാനം 1360 വോട്ടിന് KB ബിനിമോനോട് പ്രദീപ് അടിയറവ് പറഞ്ഞു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ റോയ് K പൗലോസ് വീഴ്ത്തിയത് 23,822 വോട്ടിന്. കഴിഞ്ഞ തവണ 30,000-ന് മുകളിൽ MM മണിക്ക് ഭൂരിപക്ഷം നൽകിയ ഉടുമ്പൻചോല ഇത്തവണ LDFനെ കൈവിട്ടു. പീരുമേട്ടിലും LDF ദയനീയ തോൽവി ഏറ്റുവാങ്ങി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.